വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് തലസ്ഥാന നഗരം. 3 മുന്നണികൾക്കും ഏറെ നിർണായകമായ തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡ്. അവിടെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വിഴിഞ്ഞം വാർഡിനെ കൂടി ജയിച്ച് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 51 സീറ്റിലെത്താനാണ് BJPയുടെ ശ്രമം. ഏതു വിധേനയും വാർഡ് നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും എല്ലാ അടവും പയറ്റുകയാണ്. 2 മുന്നണികൾക്കും വിമത ശല്യങ്ങളുമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന ജസ്റ്റിൻ ഫ്രാൻസിസ് അപകടത്തിൽപ്പെട്ട് മരിച്ചതോടെയാണ് വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. എല്ലാ വാർഡുകൾക്കുമൊപ്പം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ 101 വാർഡുകളിൽ 1 മാത്രമായി മാറുമായിരുന്നു വിഴിഞ്ഞവും. പക്ഷേ ഇപ്പോൾ പൊന്നും വിലയുള്ള വാർഡായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. വിഴിഞ്ഞം കൂടി ജയിക്കാനായാൽ 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJPക്ക് എത്താം. ആത്മവിശ്വാസത്തോടെ 5 വർഷം ഭരിക്കാം. അതുണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് BJPയുടെ പ്രചരണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. വിജയം സുനിശ്ചിതമാണെന്നാണ് എൻ്റെ ഒരു 100% എൻ്റെ വിശ്വാസം. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടി എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. BJPക്ക് അനുകൂല ഘടകമെന്ന് വെച്ചാൽ വികസനം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല. അപ്പോൾ വികസനം കൊണ്ടുവരും. ഞാൻ BJP സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ജയിച്ചു പോയാൽ ഇവിടെ നമ്മുടെ വാർഡിൽ വികസനം കൊണ്ടുവരും എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നെനിക്ക് വിശ്വസിക്കുന്നു. വെങ്ങാനൂർ വിഴിഞ്ഞം വാർഡുകൾ വിഭജിച്ചാണ് പുതിയ വാർഡ് രൂപീകരിച്ചത്. 2 ഇടതുമുന്നണി ജയിച്ച വാർഡുകൾ. നഗരഭരണം നഷ്ടപ്പെട്ട CPMന് വിഴിഞ്ഞത്ത് വിജയം അനിവാര്യം. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ വിജയം ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നഗരസഭാ ഭരണമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ശേഷമാണ് ഈ ഇലക്ഷൻ വരുന്നത്. അപ്പൊ അതുപോലെ ജനങ്ങളെ ബാധിക്കും. അങ്ങനെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത ജനങ്ങൾക്കില്ല. ഞാൻ കഴിഞ്ഞ 2000-2005 കാലഘട്ടത്ത് വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ഈ പ്രദേശത്തെ ജനങ്ങളെ എനിക്ക് നേരിട്ടറിയാവുന്നതും എന്നെ നേരിട്ടറിയാവുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശമാണ്. അവരെ തീർച്ചയായും എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച UDF പ്രതീക്ഷയിലാണ്. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന വാർഡ് പിടിച്ചെടുക്കുമെന്ന സ്ഥാനാർത്ഥി. പൂർണ്ണമായിട്ടും 100% ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. UDF തീർച്ചയായിട്ടും ഈ വാർഡ് തിരിച്ചു പിടിച്ചിരിക്കും എന്നുള്ള 100% ആത്മവിശ്വാസത്തിലാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് മതേതരത്തിന്റെ ഇത്തില്ലമായ വിഴിഞ്ഞത്ത് വർഗീയ ചേരിക്ക് ശക്തി പകരുന്ന ഒന്നും സംഭവിക്കില്ല എന്നുള്ള 100% വിശ്വാസമുണ്ട്. അതുകൂടാതെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ട പിണറായി വിജയന്റെ സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു വികാരം വിഴിഞ്ഞത്ത്, കേരളത്തിൽ എന്ന പോലെ വിഴിഞ്ഞത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ 100% കടുത്ത ഇടതുപക്ഷ വിശ്വാസികൾ പോലും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു വാർഡിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ 3 മുന്നണികളും സർവ്വശക്തി ഉപയോഗിച്ച് പ്രചരണം നടത്തുകയാണ്. CPMന് മുൻ കൌൺസിലറുടെ വിമത ഭീഷണിയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയും UDFന് ഭീഷണി ഉയർത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.